ജിതിൻ, നമസ്കാരം. വെൽക്കം ടു സൺഡേ ഫണ്ടേ. സുഖം? എനിക്ക് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് അച്ഛൻ്റെ അടുത്തുനിന്ന് തന്നെയാണ്. അച്ഛൻ്റെ വാക്കുകൾ എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ മകനായിട്ടുള്ള ജിതിൻ പുത്തഞ്ചേരി എഴുതുമോ? അങ്ങനെ എഴുതാൻ നോക്കിയിട്ടില്ല. ചെറുപ്പകാലം തൊട്ട് എനിക്ക് ആക്ടർ ആവാനാണ് ആഗ്രഹം. ചെറുപ്പകാലം വെച്ചാൽ എനിക്ക് ഓർമ്മയുള്ള ദിവസം മുതൽ എനിക്ക് ആക്ടർ ആവാനാണ് ആഗ്രഹം. അത് ശരി. അപ്പോൾ വേറെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. ആക്ടർ ആവാൻ ആഗ്രഹം എന്ന് പറയുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് അഭിനയിച്ച് തുടങ്ങിയോ അതോ? എല്ലാം ഉണ്ടായിരുന്നു, ഒന്നും ഇല്ലാതെ ഇരുന്നിട്ടില്ല. ആ കുട്ടിക്കാലം ഒന്ന് പറഞ്ഞുതരോ? അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ടാവുന്ന വളരെ ശരാശരിയിൽ താഴ്ന്ന കുട്ടിക്കാലം മാത്രമാണ് എൻ്റെ. ഇതെന്താ പറയുക, കണ്ണാടിൻ്റെ മുമ്പിലുള്ള അഭിനയങ്ങളുണ്ടാവും. നാടകത്തിന്, സ്കൂൾ നാടകത്തിന് പോകുന്നു, സെലക്ഷൻ കിട്ടാണ്ട് തിരിച്ചു വരുന്നു, ഏതിലെങ്കിലും ഒരു സെലക്ഷൻ കിട്ടുന്നു, അതിന് പോയി അഭിനയിക്കുന്നു, വല്ല പഠനമായും ഒരു കോടയിലേക്ക് പിടിച്ച് സൈഡിൽ നിൽക്കുന്ന പരിപാടികളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. ഒരു 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 ഗ്ലോറിഫൈ ചെയ്യാനൊന്നും ഇല്ലാത്തൊരു കുട്ടിക്കാലമാണ്, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിക്കാലമാണ്. എവിടെയാ പഠിച്ചത്? കോഴിക്കോട് സെന്റ് ജോസഫ്സ് സ്കൂളിംഗ്. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ പോയി എഞ്ചിനീയറിംഗ് പഠിച്ചു. പക്ഷേ ഡ്രോപ്പ് ഔട്ട് ആയി, തിരിച്ചു വന്നു. നാട്ടിൽ നിന്ന് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു, പാസ്സായി. അപ്പോഴും സാഹിത്യം ഇങ്ങനെ സൈഡിൽ കിടക്കുന്നുണ്ട്. എളുപ്പമാണെന്ന് വിചാരിച്ചെടുത്തതാ, പക്ഷെ എടുത്തപ്പോഴാണ് എനിക്ക് അവിടെ ഒരുവിധം പേരൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്നത് അത് കാരണം കൊണ്ടാണോ ആയിരിക്കണം. പക്ഷെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. പാസ്സാവാതെ വേറെ രക്ഷയില്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് പഠിച്ചു പാസ്സായി. അതിവിടെ നാട്ടിൽ തന്നെ. വീട്ടില് പിന്നെ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ അമ്മയുണ്ട്, അനിയനുണ്ട്, ഭാര്യയുണ്ട്. കല്യാണം കഴിഞ്ഞു ഈ അടുത്ത് 2 മാസം ആയതേ ഉള്ളൂ. അടിപൊളി, കൺഗ്രാറ്റുലേഷൻ. എങ്ങനെ പോണു കുടുംബജീവിതം? വളരെ നന്നായിട്ട് പോകുന്നു. ഇപ്പൊ ഒരു സ്റ്റാർ ആയിട്ട് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയോ? സ്റ്റാർ ആയിട്ടല്ലെങ്കിലും, സ്റ്റാർ ആയിട്ടൊന്നുമില്ല, ഒരു ആക്ടറായിട്ട് ഈ 18-ാം പടി സിനിമയിൽ അഭിനയിച്ചത് ഇല്ലേ, ചേട്ടൻ അഭിനയിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാ പുറത്തൊക്കെ പോകുന്ന സമയത്ത് കുറെ പേര് വന്ന് ചോദിക്കുന്നു, അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളല്ലേ. എങ്ങനെയാണ് ഈ 18-ാമത്തെ പടി കയറിയത്? അത് നമ്മുടെ നിവിൻ പോളിയുടെ ഒരു ഓഡിഷൻ കാസ്റ്റിംഗ് കോൾ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ 18-ാം പടിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് കണ്ട് ഞാൻ ശങ്കരേട്ടനെ വിളിച്ചു. ശങ്കരേട്ടനെ അന്ന് എനിക്ക് പരിചയമില്ല, ഒന്ന് ഫോണിൽ സംസാരിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശങ്കരേട്ടനോട് സംസാരിക്കുന്നത്. വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സാർ ഞാൻ സാറിൻ്റെ സിനിമയിൽ, അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം ശങ്കരേട്ടൻ ആദ്യം പറഞ്ഞ എന്നോട്, നീ സാറിന്ന് വിളിക്കണ്ട, ചേട്ടാന്ന് വിളിച്ചാൽ മതി. ഓക്കെ ശങ്കരേട്ടാ, എനിക്ക് ശങ്കരേട്ടൻ്റെ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നീ ഒരു 1 മിനിറ്റിൽ താഴെ വരുന്ന എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്തിട്ട് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ ശങ്കരേട്ടൻ അത് അയച്ചു കൊടുത്തു. അത് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കണം എന്നോട് തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ ഒരു ആക്ടിങ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുക. ഈ സിനിമയിൽ തന്നെ ഒരു സുപ്രധാന വേഷം അഭിനയിച്ച ചന്തുനാഥ്, ജോയ് എബ്രഹാം പാലക്കൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ചന്തുനാഥാണ് അവിടെ ഒരു 64 പിള്ളേരെ ഗ്രൂമിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു, രാവിലെ ചെന്നു, വൈകിട്ട് തിരിച്ചു വരാനായിരുന്നു എൻ്റെ പരിപാടി. അവിടെ ചെന്നപ്പോൾ 64 പിള്ളേരും പൊളിച്ചുകൊണ്ടിരിക്കും. പിന്നെ വീട്ടിൽ ചെന്നിരുന്ന എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് തോന്നിയ സമയത്ത്, അന്നാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീട്ടിൽ ചെന്നിരുന്ന എനിക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ശങ്കരേട്ടനോട് രണ്ടും കൽപ്പിച്ച് ചോദിച്ചു, ശങ്കരേട്ടൻ ഞാൻ നിന്നോട്ടെ ഇവിടെ. ശങ്കരേട്ടനാണെങ്കിൽ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു, നീ നിൽക്ക് എന്നാൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 18-ാം പടി എന്ന് പറഞ്ഞൊരു പ്രോസസ്സിന്റെ ഭാഗമായത്. അങ്ങനെയാണ് തുടങ്ങിയത്. തുടങ്ങിയിട്ട് ഈ ഗിരിയിലേക്ക് എങ്ങനെ എത്തിയത്? ഗിരി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. കലിപ്പ് ഗിരി. അത്ര കലിപ്പൊന്നുമില്ല, അത്യാവശ്യത്തിന് ഗിരി. എനിക്ക് എന്താ പറയാ, ഒരു സവാരി ഗിരി ടൈപ്പ്. വെറും ഗിരി. ഗിരിയിലേക്ക് എങ്ങനെ എത്തിയത്? അത് ഇപ്പോൾ ശങ്കരേട്ടൻ ഓരോരുത്തർക്കും 10-65 പേർക്കും വ്യക്തമായ ക്യാരക്ടേഴ്സ് ഉണ്ട് സിനിമയ്ക്കകത്ത്. അപ്പോൾ കണ്ടതുകൊണ്ട് എന്തായാലും അറിയായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ എന്നോട് പറഞ്ഞത്, ഇപ്പോൾ ജിതിന് നീ ചെയ്യുന്ന ഗിരി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ പറഞ്ഞു തന്ന സമയത്ത് തന്നെ ഗിരിയുടെ ഒരു ബാക്ക്ഡ്രോപ്പ് എന്താണ്, പുള്ളി പ്രസന്റ്ലി എന്താണ്, ഭാവി പരിപാടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള ധാരണ വ്യക്തമായിട്ട് വന്നു. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമേ ഓൺ സ്ക്രീൻ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. അത്ര ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പമായി. പ്രത്യേകിച്ച് പുതിയ ആളുകളിലൊക്കെ ആയതുകൊണ്ട്, ഞങ്ങൾ 65 പേരും പുതിയ ആൾക്കാരാണ്. 65 പേര് മേയ്ക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ടാണ് 65 നല്ല എനർജിയിൽ നിൽക്കുന്ന 65 പേര്. ഞാൻ എൻ ക്രെഡിറ്റ്സിൽ കണ്ടു അതായിരുന്നു ആക്ടിങ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് നടന്നത്, ചന്തുനാഥ് കണ്ടക്ട് ചെയ്തിട്ടുള്ള. എന്താ ചന്തുനാഥ് പറഞ്ഞ ഗിരി ആവാൻ വേണ്ടിയിട്ട്? ഗിരി ആവാൻ വേണ്ടി ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ചന്തു ബേസിക്കലി കൺവേ ചെയ്തത് ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയിരുന്നു. ഒന്ന് ഫ്രീ ആവുക, 65 പേരുടെ ഇടയിൽ അതെ, എക്സാക്ട്ലി അത് തന്നെ. അതാണ് ബേസിക്കലി നടന്നത്. അത് വളരെ വ്യക്തമായി നടന്നു എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം അതിൻ്റെ ഒരു ഔട്ട്കം ആണല്ലോ സിനിമയിൽ എല്ലാവരും
നന്നായിട്ടുണ്ടെന്ന് പറയുന്നത്. അതെ. നിങ്ങളുടെ ആ സെഷൻസിൽ ഏറ്റവും അധികം എന്നത്തേക്കുമായിട്ട് ഓർത്ത് വെക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഒരു ആക്ടറായിട്ട് ഇങ്ങനെ പോണ സമയത്ത് എന്നത്തേക്കും എനിക്കൊരു മുതൽക്കൂട്ടായിട്ട് കിട്ടിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും? അത് സെഷൻസിനെക്കാട്ടും കൂടുതൽ എനിക്ക് പേഴ്സണലി കിട്ടിയത് ഓൺ ഷൂട്ടായിരുന്നു, ഓൺ സെറ്റായിരുന്നു ബേസിക്കലി. കാരണം ഇപ്പോൾ ശങ്കരേട്ടനെ അറിയാം, ശങ്കരേട്ടൻ്റെ ഇപ്പോൾ കേരള കഫേ, ഐലൻഡ് എക്സ്പ്രസ് ആണെങ്കിലും ഉറുമി ആണെങ്കിലും നത്തോലി ചെറിയ മീനാണെങ്കിലും ചെറിയ മീനല്ല സിനിമയാണെങ്കിലൊക്കെ ഒരു ക്രാഫ്റ്റ്മാൻ ഉണ്ടല്ലോ, ഒരു റൈറ്റർ ഉണ്ട്, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സംവിധായകനുണ്ട്. ഈ സിനിമയിലാണെങ്കിൽ അങ്ങനെ കണ്ടുകൊണ്ടറിയായിരിക്കും. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ എൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്, ആറ്റുകാൽ സുരനുമായിട്ട് ഒരു അടിപിടി ഉണ്ടാകുന്ന സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് റിഹേഴ്സൽ പോയിട്ട് ഒരു ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞ സമയത്ത് ശങ്കരേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ചെയ്തു തന്നു. അപ്പോൾ ഒരു ആ ക്യാരക്ടർ എഴുതിയ ആളാണ് വന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ മുകളിലൊരു അവാർഡൊന്നും എനിക്കിപ്പോൾ തൽക്കാലം കിട്ടിയിട്ടില്ല. അപ്പോൾ അതാണ് എനിക്ക് എന്താ പറയുക, ഇപ്പോൾ ജീവിതകാലം മുഴുവൻ ഞാനത് ഓർത്ത് നോക്കും. കാരണം ഒരു 6-7 വർഷമായിട്ട് ഞാൻ സിനിമയുടെ പുറകിൽ നടക്കുന്നുണ്ട്, അഭിനയിക്കാൻ വേണ്ടി. അതെ. അപ്പോൾ അവിടുന്ന് എന്നെ വിളിച്ച് കേട്ടാ നീ ക്യാരക്ടർ ചെയ്യുന്നു പറഞ്ഞൊരാൾ അദ്ദേഹത്തെ ഒട്ടും മോശമാക്കാത്ത രീതിയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നതാണ് എനിക്ക് ജീവിതകാലം മുഴുവൻ കൊണ്ടുനടക്കാൻ പറ്റിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ട് പോലും ഒരു 6-7 വർഷം ഇതിലേക്ക് വരാൻ വേണ്ടി എടുത്തു എന്നുള്ളത് അതിനെങ്ങനെയാ ജിത്തിന് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോ? ലൈക്ക് എനിക്ക് ഒരു ബാക്കപ്പ് വേണ്ട, ഞാൻ തന്നെ ആയിട്ടാണ് എനിക്ക് ആക്ടിങ് ഫീൽഡിലേക്ക് വരണം എന്നുള്ള അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും ഞാൻ എടുത്തില്ല. വിളിച്ചവരോട് ആദ്യം പറയുന്നത് ചേട്ടാ ഞാൻ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകനാണ്, ജിതിൻ പുത്തഞ്ചേരി എന്നേ പറയാറുള്ളൂ. കാരണം അതൊരു തെറ്റൊന്നുമല്ലല്ലോ, സത്യമല്ലേ അത്. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ ശങ്കരനെ വിളിച്ചപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഒരു റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഭാഗ്യം എന്ന് ഞാൻ വിളിക്കുന്നില്ല, പക്ഷെ റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം ഉണ്ട്. അപ്പോൾ എൻ്റെ റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം ശങ്കരേട്ടൻ്റെ 18ാം പടിയായിരുന്നു, അങ്ങനെ വിശ്വസിക്കുന്നു. അതിനു മുമ്പ് ഒന്നും ചെയ്തിട്ടില്ല? അതിനു മുമ്പ് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടാണ് തരംഗം എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്തത്, ഡൊമിനിക് അരുൺ. അപ്പോൾ ഡൊമിനിക് അരുണിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ച മൃത്യുഞ്ജയം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. പിന്നെ ഞാനൊരു 5 വർഷമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ബോളിവുഡിലായിരുന്നു ഒരു പടം. അതേതായിരുന്നു? റോക്കോണിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു, റോക്കോൺ 2. അത് ശരി. അവിടുത്തെ എക്സ്പീരിയൻസ് ഒന്ന് കേൾക്കട്ടെ. അവിടുത്തെ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് എൻ്റെ ഒരു 10, 25, 30ഓളം CV റെസ്യൂമി എവിടെ കിടപ്പുണ്ട്. എക്സൽ എൻ്റർടൈൻമെൻറ്റ്സ് കിടപ്പുണ്ട്, യാഷ്രാജ് കിടപ്പുണ്ട്, ധർമ്മ പ്രൊഡക്ഷൻസ് കിടപ്പുണ്ട്. എനിക്ക് ഹിന്ദി പടത്തിൽ അസിസ്റ്റ് ചെയ്യണം, വർക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം. ഹിന്ദിയോട് ചെറിയൊരു ചായ ഉണ്ട്, രാഷ്ട്രഭാഷ. തീർച്ചയായിട്ടും വേണം. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക അവിടെ ചെന്നു. ഇപ്പോൾ എത്ര ശ്രമിച്ചു നോക്കിയിട്ടും കിട്ടുന്നില്ല. അപ്പം ഞാനൊരു ദിവസം അച്ഛൻ്റെ അടുത്തൊരു സുഹൃത്തായിരുന്നു ശങ്കർ മഹാദേവൻ. ഈ ശങ്കർ എന്ന് പേരുള്ള ആളുകൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹായകരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശങ്കർ മഹാദേവൻ സാറിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു, ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബോംബെയിൽ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പം സാറിനെ കണ്ടു, സംസാരിച്ചു, ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു ഞാനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തരാം, ജോലി കിട്ടുമില്ല എന്നുള്ളതായിരുന്നു ഉറപ്പ് പറയാൻ പറ്റില്ല, മതി എങ്ങനെയും പറഞ്ഞു വീഴ്ത്താന്നൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നുണ്ട്. അത് വർക്കൗട്ടായെന്ന് വേണം പറയാൻ. എക്സൽ എൻ്റർടൈൻമെൻറ്റ്സിൽ ചെന്നു ഒരു 1.5 മണിക്കൂർ അവരുടെ ഒരു ക്ലാസ് എടുക്കേണ്ടി വന്നു. അപ്പോൾ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എന്നാൽ അവിടെ ഷില്ലോങ്ങിലായിരുന്നു ഷൂട്ട് ആദ്യത്തെ 10 ദിവസം, അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. താമസമൊന്നും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റില്ല, അവിടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയാം, പക്ഷെ ഞാനുണ്ടെന്ന് പറഞ്ഞു. ഞാനുണ്ട്, എനിക്ക് പരിചയമുണ്ട്, ഞാൻ അതിനെന്താന്ന് പറഞ്ഞു. അവിടെ ചെന്നൊരു മുറിയിലൊക്കെ 10-250 രൂപ വാടകയ്ക്ക് ഒരു മുറിയൊക്കെ എടുത്തിട്ട് ഒരു 4 ദിവസം അങ്ങനെ പോയി. പക്ഷെ 5ാമത്തെ ദിവസം മുതൽ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ കൂടെ കൂടി. പിന്നെ തീർന്ന 60ാമത്തെ ദിവസം ഞാൻ പുറത്തിറങ്ങി.